ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിരിക്കുന്ന അവസരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇന്ത്യയിലുടനീളമായിട്ടാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ SOS മാനേജർ 2 വേക്കൻസിയാണ്, SSC അനലിസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് അനലിസ്റ്റിൽ 4 വേക്കൻസി, ഫയർ വാൾ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റിൽ 3 വേക്കൻസി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റിൽ 3 വേക്കൻസി, ദെൻ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയറിൽ 6 വേക്കൻസി വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊന്ന് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ SOC മാനേജർ, SOC അനലിസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് അനലിസ്റ്റ്, ഫയർ വാൾ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നീ തസ്തികയിൽ 20 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ് സാലറി വരുന്നത്. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയർക്ക് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് സാലറി വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഓരോന്നിൻ്റെയും നോക്കാം. SOC മാനേജറിന് ഫുൾ ടൈം ഡിഗ്രി BE BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫുൾ ടൈം MCA ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഗ്രേഡ് ഉണ്ടായിരിക്കണം. ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി MTech ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് SOC അനലിസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് അനലിസ്റ്റ്, ഫയർവാൾ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്നീ തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. കൂടാതെ തന്നെ ഫുൾ ടൈം MCA ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല. സെലക്ഷൻ പ്രോസസ്സ് ഇന്റർവ്യൂ വഴിയായിരിക്കും നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് വഴി ലിസ്റ്റ് ചെയ്തവർക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയാം. ജൂലൈ 23 നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടതെങ്കിലും അവസാനിക്കുന്ന തീയതി ഓഗസ്റ്റ് 19 അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.pnbindia.in. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.